നമസ്കാരം. ആ പോണൊരു വള്ളിയല്ലേ ഏണി വെച്ച് പിടിച്ച് കളയാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വഴി പോകുന്ന വള്ളികളൊക്കെ ഏണി വെച്ച് പിടിച്ച് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അതിയായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ രാഹുൽ ഈശ്വർ പുതിയൊരു നമ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറെ ആളുകളെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇത് ഇനി പുരുഷ കമ്മീഷൻ രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി. ഒരു പിന്തുണയും കിട്ടിയില്ല. കാരണം അങ്ങനെ പിന്തുണ കൊടുക്കാനാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ അപമര്യാദയായി പെരുമാറുന്ന, സ്ത്രീകളോട് പല രീതിയിലുള്ള അതിക്രമം കാണിക്കുന്ന ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കണം. അതുകൊണ്ട് പുരുഷന്മാരെ നിങ്ങൾ ഉണരൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നട്ടലുള്ള തന്റേടമുള്ള നിലപാടുള്ള ഒരൊറ്റ പുരുഷന്മാരും വരില്ല എന്നത് വാസ്തവമാണ്. അത് തന്നെ ഇവിടെ സംഭവിച്ചു. പുരുഷ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞ അജിത്ത് വട്ടിയൂർക്കാവിനെ പോലുള്ള ചില ടീമുകളെയൊക്കെ കൊണ്ടുനിരത്തി ഒരു പത്രസമ്മേളനം നടത്തി. അവസാനം എന്താണ് പ്രസ് ക്ലബിൽ കണ്ടത്? മാധ്യമ പ്രവർത്തകർ എടുത്തിട്ട് അലക്കി. ശേഷം ഇത് നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പുതിയൊരാളെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി. ആളുടെ പേര് VD സതീശൻ എന്നാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെ വലിയ രീതിയിൽ അങ്ങ് കുളിപ്പിക്കുകയാണ്. ഇത് അങ്ങക്ക് മാത്രമേ പറ്റൂ, അങ്ങ് ഇത് നടപ്പാക്കണം എന്ന രീതിയിൽ. സതീശ് ചേട്ടാ, എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എൽദോസ് കുന്നപ്പള്ളിക്ക് ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ച് ഓർക്കുന്നുണ്ട്. ആരോപണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി അവസാനം ഒളിവിൽ പോയതൊക്കെ വേറെ, അതെന്തോ ആവട്ടെ, ഓർക്കുന്നില്ലേ? അതൊക്കെ ഒന്ന് ഓർത്തിട്ട് ഈ പുരുഷ കമ്മീഷൻ അങ്ങ് രൂപീകരിക്കാൻ വേണ്ടി അങ്ങ് മുന്നിട്ടിറങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാദിക്കുകയായിരുന്നു. എന്തായാലും VD സതീശന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഈ സമയം വരെ രേഖപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ പുള്ളിയുടെ കേസാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ രാഹുൽ ഈശ്വറിന്റെ നിലവിളി നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിരുന്ന് കേട്ടിരിക്കണം. അതുകൊണ്ട് നമ്മുടെ എൽദോസ് കുന്നപ്പള്ളി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വറെ, നമ്മുടെ എൽദോസ് കുന്നപ്പള്ളിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. 2025 പുരുഷ കമ്മീഷൻ ബില്ല് നിയമസഭയിൽ ഒരു സ്വകാര്യ ബില്ലായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ ഒട്ടേറെ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരാവശ്യമാണ് പുരുഷ കമ്മീഷൻ വേണമെന്നുള്ളത്. ഇപ്പോൾ വനിതാ കമ്മീഷനുണ്ട്, അല്ലെങ്കിൽ യൂത്ത് കമ്മീഷനുണ്ട്, യുവജന കമ്മീഷനുണ്ട്. ഇതുപോലെ സമാനമായിട്ടൊരു പുരുഷ കമ്മീഷൻ കൂടി സമൂഹത്തിൽ വേണം. കാരണം ചില സ്ത്രീകൾ, എല്ലാവരുമല്ല, ചില സ്ത്രീകൾ വ്യാജമായി പരാതി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ പണം ആവശ്യപ്പെടുന്നു, പുരുഷന്മാരെ അവഹേളിക്കുന്നു, എന്നിട്ട് സ്റ്റേഷനിൽ കയറി ഇറങ്ങി വ്യാജ പരാതി കൊടുത്ത് പണം തട്ടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒട്ടേറെ ആളുകൾ ഈ സമൂഹത്തിൽ സമാനമായിട്ടുള്ള കേസുകൾ കൊണ്ട് വലയുന്ന അവസ്ഥയാണ്. അവരുടെ കുടുംബം, ഫാമിലി, മക്കൾ, ഇതെല്ലാം പേടിച്ച് കുറച്ച് ഒട്ടേറെ ആൾ കാശ് കൊടുക്കുന്നുമുണ്ട്. ഈ സന്ദർഭത്തിൽ നമുക്ക് പുരുഷന്മാർക്ക് അവരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യാനും നേടിയെടുക്കാനും കാര്യങ്ങൾ പറയാനും ഒരു പുരുഷ കമ്മീഷൻ വേണം. ഞാൻ ഗവൺമെന്റിൽ കൊടുത്തിരിക്കുന്ന പുരുഷ കമ്മീഷൻ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് അവതരിപ്പിക്കാൻ അനുമതി ചോദിച്ചുകൊണ്ട്. ആ പുരുഷ കമ്മീഷന്റെ ചെയർമാനായി വരേണ്ട ഒരാൾ റിട്ടയർഡ് ജഡ്ജി പോലെയുള്ള ഒരാളാകണം എന്നുള്ളതാണ് ആവശ്യം. അതോടൊപ്പം തന്നെ അതിലൊരു പ്രഗത്ഭമതിയായിട്ടുള്ളൊരു വനിത അതിൽ ഉണ്ടാകണം, യുവാക്കൾ വേണം, SC സമുദായത്തിൽപ്പെട്ട ആളുകൾ വേണം. അപ്പോൾ ഒരു സ്ത്രീ ഒരു വ്യാജ പരാതിയായി വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ പോലീസ് കേസെടുത്ത് അവർ പറയുന്ന മൊഴി രേഖപ്പെടുത്തി ഇയാളെ നേരെ റിമാൻഡ് ചെയ്യുകയാണ്. പത്രങ്ങളിൽ വലിയ ന്യൂസ് വരുന്നു, വാർത്ത വരുന്നു, നിഷ്കളങ്കനാണ്, അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പത്രമാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വരുന്നു. പക്ഷെ ഒരു സ്ത്രീയുടെ സംബന്ധിച്ചിടത്തോളം അവർ ഫോട്ടോ വരുന്നില്ല, അവരാരെന്ന് അറിയുന്നില്ല, അതിജീവിത എന്ന് പറയുന്നു. അപ്പൊ ഇത് സ്ത്രീകൾക്കുള്ള പോലെ തന്നെ അധികാരവും അവകാശവും പുരുഷനുമുണ്ട്. ആ മനുഷ്യൻ തെറ്റുകാരനല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ, മുൻപ് ഫോട്ടോ വന്ന് അദ്ദേഹത്തിന്റെ പേര് മോശപ്പെട്ടത് എത്രമാത്രം മോശമായിരിക്കും. അപ്പൊ തെറ്റുകാരനാണെന്ന് വരുന്നവരെ അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രസിദ്ധപ്പെടുത്താതെ ഇരിക്കേണ്ട ഉത്തരവാദിത്വം പത്രമാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാജ പരാതികൾ വന്നു കഴിഞ്ഞാൽ ആ വ്യാജ പരാതിയിൽ കൃത്യമായ അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നില്ല. സ്ത്രീകൾ എന്ത് പറയുന്നു അത് എഴുതി വെച്ച് നേരെ കേസെടുക്കുക. കൊലപാതകം, ബലാത്സംഗം, ഭവനവേതനം, എന്തൊക്കെ വകുപ്പുകൾ പറയാമോ അതെല്ലാം എഴുതി ചേർത്ത് ഒരാളെ മോശക്കാരനാക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിലുണ്ട്. സമീപകാലത്തുണ്ടായ ഒട്ടേറെ കേസുകൾ പരിശോധിച്ചാലും പഠിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത്തരം കേസുകളിൽ നല്ലൊരു ഭാഗവും തട്ടിപ്പ് കേസാണെന്ന് BBC തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരുടെ അവകാശങ്ങൾ അവരുടെ കിട്ടുന്ന ഭരണഘടന തരുന്ന മൗലിക അവകാശങ്ങൾ അത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെയാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ് സ്ത്രീയും പുരുഷനും. സ്ത്രീക്ക് എന്തുമാത്രം അവകാശമുണ്ടോ അത്രയും അവകാശം പുരുഷനുണ്ട്. സ്ത്രീ ദുർബലയാണ് എന്ന് ഈ കാലഘട്ടത്തിൽ പറയാൻ കഴിയില്ല. അവർക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്. നമ്മുടെ അമ്മ സ്ത്രീയാണ്, പെങ്ങൾ സ്ത്രീയാണ്, ഭാര്യ സ്ത്രീയാണ്, മകൾ സ്ത്രീയാണ്. അവർക്കോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനവുമുണ്ട്, ആദരവുമുണ്ട്. പക്ഷെ സ്ത്രീ ആയാലും പുരുഷനായാലും തട്ടിപ്പാണ്. അതിന് ജെൻഡർ വ്യത്യാസമില്ല. ഈ ജെൻഡർ വ്യത്യാസമില്ലായ്മയിൽ
പുരുഷനെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അവനെ സമൂഹത്തിൽ അത് ഭരണ പ്രതിപക്ഷങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബില്ലിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം. പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. അവരെല്ലാം അഭിവാദ്യം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ഒരു ദൗത്യം നേടിയെടുക്കാം. ഈ ബില്ലിനൊരു വലിയ ലക്ഷ്യമുണ്ട്. കാലഘട്ടത്തിനനുസൃതമായി സമൂഹം മാറിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒരാൾ എന്താണ് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉള്ള വിലയുള്ള ഒരാളെ പെട്ടെന്നൊരു സ്ത്രീ വന്ന് അവർ ബലാത്സംഗം ചെയ്തു, ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിടിച്ചു കയറി എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ്താവന കൊടുത്തു കഴിഞ്ഞാൽ അതിലെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനോ ഈ ആരോപിക്കപ്പെട്ട ആളെ വേട്ടക്കാരനായി ചിത്രീകരിക്കുക പിന്നീട് അങ്ങോട്ട് മറ്റൊരു ഇരയായി മാറി. ഇത് വ്യാജ പരാതിയാണെങ്കിൽ അന്വേഷിക്കുന്നില്ല. സർക്കാർ അന്വേഷിക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നില്ല. പറയുന്ന മൊഴി അതുപോലെ രേഖപ്പെടുത്തി കേസെടുത്ത് റിമാൻഡ് ചെയ്യുകയാണ്. വ്യാജ പരാതികൾ അത് മുളയിലേ നുള്ളണം. ഇത്തരം ആളുകളെ ഒരു പ്രശ്നം അപ്പോൾ ഒരു കേസുണ്ടായി, ആ കേസുണ്ടായി അപ്പോൾ തന്നെ പരാതി കൊടുത്ത് ആ കേസ് അന്വേഷിച്ച് കുറ്റക്കാരനെ ശിക്ഷിക്കണം. കുറ്റം ചെയ്യാത്ത ഒരാളെ മാനസികമായി പീഡിപ്പിക്കുക, അവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ഈ ലോകത്ത് മരിക്കുവോളം നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അതിനുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണ്ടേ? ഗവൺമെൻറ് അതിൽ ശ്രദ്ധിക്കണ്ടേ? അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ജാഗ്രത ഇതിൽ വേണം. പുരുഷ കമ്മീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്കുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ, പീഡനങ്ങൾ, നിരന്തരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കമ്മീഷനിൽ പോയി കണ്ട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റും. കമ്മീഷന് അത് അന്വേഷിക്കാൻ പറ്റും. കമ്മീഷൻ നല്ലൊരു പവറുണ്ട്, പവർഫുൾ ബോഡിയാണ്. വിളിച്ചു വരുത്താൻ, അന്വേഷിക്കാൻ, നോട്ടീസ് അയക്കാനൊക്കെയുള്ള ശക്തമായിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാരെ ഇത്തരം പീഡിപ്പിക്കുന്ന സ്ത്രീകൾക്കെതിരെ കേസെടുക്കാനും അന്വേഷിക്കാനും കഴിയണം. അപ്പോൾ അതുകൊണ്ട് പുരുഷൻ എന്തോ വലിയ വേട്ടക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. സ്ത്രീകൾ ഒരുപാട് നല്ല ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ പിന്തുണ ഇതിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കമ്മീഷൻ ബില്ല് കൊടുത്തപ്പോൾ തന്നെ ഒട്ടേറെ സ്ത്രീകളുടെ പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് അറിയിക്കുകയാണ്. നമുക്ക് പോരാടണം. ഈ നാട്ടിൽ പുരുഷന്മാരാരും തളർന്നു പോകരുത്, പോരാടി വിജയിക്കണം. ഇത്തരം തട്ടിപ്പുകാരെ നമുക്ക് രംഗത്ത് കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ പുരുഷ കമ്മീഷൻ ബില്ല്. അല്ല, എനിക്കെതിരെ സമാനമായിട്ടുണ്ടായ വ്യാജ പരാതി ഉണ്ട്, വലിയൊരു തട്ടിപ്പുണ്ട് അതിനകത്ത്. അത് കോടതി തന്നെ മുൻകൂട്ടി ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റേതായ വഴി കോടതിയിലൂടെ പോകട്ടെ. ഞാനതിൽ കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകാർ ഇവിടെ ഉണ്ടല്ലോ. എത്രയോ തട്ടിപ്പ് കേസുകളിൽ ഇരയായിട്ടുന്ന ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്. അപ്പോൾ ഈ തട്ടിപ്പും പുറത്തു വരും. അത് നിങ്ങൾ എത്രയോ പേർ എൻ്റെ വാദം കേൾക്കാതെ തന്നെ എന്നെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്, എത്രയോ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ചാനലിലൊക്കെ എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത്രയും ചാനലിലൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളിൽ ഒരു അന്വേഷണം ഉണ്ടാകും. ചാനലുകൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. നിങ്ങൾ പോലും അത് ആസ്വദിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. അതിലെനിക്ക് നിങ്ങളോട് പകയോ വിദ്വേഷമോ ഒന്നുമില്ല. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുശാഗ്ര ബുദ്ധി, സത്യസന്ധമായ അന്വേഷണം നിങ്ങളിലും ഉണ്ടാകണം. പത്രങ്ങൾ പറയുന്നത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമായി മാറരുത്. ഇപ്പോൾ നിങ്ങൾക്കെതിരെ ആരോപണം വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അതേപോലെ വ്യാജ പരാതികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളീ പറയുന്ന ഒരാൾ, ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കൊള്ളക്കാരനൊക്കെയാണ്, ശരിയാണ്. ഒരാൾക്കെതിരെ ആരോടും പറയുമ്പോൾ അയാളുടെ കുടുംബം, ഫാമിലി, മക്കൾ, ചുറ്റുപാട്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തണം. അതിനുവേണ്ടി നിങ്ങൾക്ക് കൂടി ഉള്ള ഒരു കാര്യമാണ് ഈ പത്രമാധ്യമത്തിൽ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഇതിൻ്റെ ഒരു ഗുണമുണ്ടാകും, പുരുഷ കമ്മീഷൻ്റെ ഗുണമുണ്ടാകും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു.